ഫ്രൈഡേ എന്ന ഒരു പുതിയ പ്ലാറ്റ്ഫോം ഹാപ്പി പാർക്ക് തുടക്കം കുറിക്കുകയാണ്. റിച്ച് വൈബ് ക്ലബിനെ പോലെ തന്നെ റിച്ച് വൈബ് ക്ലബ്ബ് എന്ന് പറയുന്നത് നമുക്കറിയാം കേരളത്തിലൊരു തരംഗമായി മാറിയ ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് പണത്തെക്കുറിച്ചും അതുപോലെ തന്നെ ധനമുണ്ടാക്കുന്നതിനെ കുറിച്ചും ഒക്കെ ആൾക്കാരുടെ കാഴ്ചപ്പാടിനെ മാറ്റിമറിച്ചുകൊണ്ട് അനേകരുടെ ജീവിതത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഭവമാണ് ഹാപ്പി ഫ്രൈഡേ, സന്തോഷത്തിന്റെ വെള്ളിയാഴ്ച. ഇതിൽ നമ്മൾ പങ്കുവെക്കുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, മുഴുവൻ മനുഷ്യർക്കും സന്തോഷിക്കുവാൻ വകയുള്ള കാര്യങ്ങളാണ് ഈ വെള്ളിയാഴ്ചകൾ നമ്മൾ ഇനി പങ്കുവെക്കാൻ വേണ്ടി പോകുന്നു. അതിൽ ഇന്ന് നമ്മൾ ഹാപ്പി പാർക്കിന്റെ കൂടെ ആയിരക്കണക്കിന് ആളുകൾ, ഈ 2025 തന്നെ 1000-ത്തിലധികം ആളുകൾ നമ്മുടെ വ്യത്യസ്ത കോഴ്സുകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതിനു മുമ്പാണെങ്കിൽ അതിലപ്പുറമുണ്ട്. അപ്പോ ജീവിതത്തിൽ പ്രതീക്ഷ നൽകുന്ന മനോഹരമായ അവരുടെ വാക്കുകളാണ് നമുക്ക് ഈ ഹാപ്പി ഫ്രൈഡേ, സന്തോഷം അല്ലെങ്കിൽ സന്തുഷ്ട ജീവിതം എൻ്റെ ജന്മാവകാശമാണ് എന്ന് ഈ മനോഹരമായ പ്രോഗ്രാമിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സന്തോഷം നൽകുന്ന വാക്കുകൾ പറയുവാൻ വേണ്ടി, അല്ലെങ്കിൽ എല്ലാവർക്കും പ്രതീക്ഷ നൽകുവാൻ വേണ്ടി, എല്ലാവർക്കും ഉല്ലാസ രൂപത്തിലുള്ള ഉല്ലാസത്തോടു കൂടിയുള്ള ഒരു ജീവിതം സമ്മാനിക്കുവാൻ വേണ്ടി സാധ്യമാണ് എന്ന പ്രതീക്ഷ നൽകുവാൻ വേണ്ടി, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആദ്യം ഒരാൾ സംസാരിച്ച് ഹാപ്പി പാർക്കിന്റെ കൂടെ എന്താ പറയാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് EFT, ട്രഷർ, മണി മൈൻഡ് സെറ്റും ഒത്തിരി പ്രോഗ്രാംസുകൾ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു കഴിഞ്ഞു. അപ്പൊ ഒരുപാട് ആളുകൾ ഉണ്ടാവും. നമുക്കൊരു വളരെ കുറഞ്ഞ ആൾക്കാർക്ക് മാത്രമേ സംസാരിക്കാൻ അവസരമുള്ളൂ. ആദ്യം ആര് സംസാരിക്കും? ഒരാള് ആദ്യം പറയുന്ന ആൾക്ക് സംസാരിക്കാം. ഞാൻ സംസാരിക്കാം സാറേ. സംസാരിച്ചോളൂ. ഓക്കെ, ഞാൻ ഹാപ്പി പാർക്കിൽ ഏകദേശം കഴിഞ്ഞ ഒക്ടോബർ തുടങ്ങിയാണ് ഹാപ്പി പാർക്കിൽ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത്. അതിനുശേഷം ഞങ്ങളുടെ വീട്ടിലാണ് ഏറ്റവും വലിയ മാറ്റം ഉണ്ടായത്. നമ്മുടെ വീട്ടിലാണല്ലോ നമുക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാകേണ്ടത്. എൻ്റെ വീട്ടിലെ വൈഫിനായാലും കുട്ടികൾക്കായാലും അപ്പച്ചനും അമ്മച്ചിയൊക്കെ വളരെ സന്തോഷം കൊടുക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം എൻ്റെ ഭാഗത്ത് ഉണ്ടാവാൻ തുടങ്ങി. അതാണ് എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു കാര്യം. കാരണം നമ്മുടെ വീട്ടിലാണല്ലോ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാവേണ്ടത്. അവിടെ ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഷോപ്പിൽ ഞാൻ ചെല്ലുമ്പോൾ നമ്മുടെ സ്റ്റാഫിൻ്റെ അടുത്തൊക്കെ എനിക്ക് വളരെ നല്ല രീതിയിൽ സംസാരിക്കാനും പെരുമാറാൻ, അവരും ഒത്തിരി പേര് സന്തോഷത്തിലേക്ക് വരാൻ തുടങ്ങി. ഇപ്പൊ 5 പേരോളം ഹാപ്പി പാർക്കിലേക്ക് അതുവഴി കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ട സന്തോഷമല്ലോ, അത് മനസ്സിലേക്ക് വരുവാനും തുടങ്ങി. അത് നമ്മുടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിന് അടുത്തായാലും എല്ലാവരോടും പെരുമാറാൻ തുടങ്ങി. ബിസിനസ്സിൽ അതിന് വലിയൊരു വർധനവ് ഉണ്ടാവാൻ തുടങ്ങി. ബിസിനസ്സൊക്കെ ഏകദേശം ഒരു 30% ഈ ഒരു 8 മാസം കൊണ്ട് കയറി വന്നിട്ടുണ്ട്. സാമ്പത്തിക മേഖലയിലും ബാക്കി സമൂഹത്തിലായാലും. കഴിഞ്ഞ ഇന്നലെ എൻ്റെ അടുത്ത് അച്ഛനൊരു പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ എന്നോട് ചോദിച്ചു, ജീസ എങ്ങനെയാണ് അത് പരിഹരിക്കുക എന്നോട് ചോദിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം ഇന്നലെ എനിക്കുണ്ടായി. അവസാനം ഉണ്ടായ വലിയൊരു അനുഭവമാണ് അത്. ഏകദേശം ഞങ്ങളുടെ ഇടവകയിൽ ഒരു 400 ചില വീട്ടുകാരുണ്ട്. അതിൽ എന്നോട് അച്ഛൻ അതിനൊരു പ്രശ്നം വന്നപ്പോൾ അഭിപ്രായം ചോദിക്കാൻ ഒരു അനുഭവം ഉണ്ട്. അത് എനിക്ക് വലിയൊരു സന്തോഷമായിട്ട് തോന്നി. അത് എന്നിലുള്ള മാറ്റം കണ്ടിട്ടാണ് അച്ഛനത് ചോദിക്കാൻ സാധിച്ചത്. അത് വലിയൊരു സന്തോഷമായിട്ട് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ്. പിന്നെ എല്ലാ മേഖലയിലും എനിക്കത് എടുത്തു പറയാൻ പറ്റില്ല. എൻ്റെ ചേച്ചി ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചേച്ചിയുടെ ലൈഫിലും അവരുടെ വീട്ടിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അതൊക്കെ മാറി അവരും വളരെ സന്തോഷത്തിലാണ്. എല്ലാവർക്കും സന്തോഷം കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതെനിക്ക് ചെയ്യാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സമൂഹത്തിലേക്കൊക്കെ ഏകദേശം ഓഗസ്റ്റ് മാസം ആകുമ്പോഴേക്കും ഒരു 50 പേരെ ഹാപ്പി പാർക്കിലേക്ക് കൊണ്ടുവരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങളായിട്ട് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഓക്കെ, വളരെ എല്ലാവർക്കും സന്തോഷം നൽകുന്ന വാക്കുകളല്ലേ പ്രിയപ്പെട്ടവരെ? ഒന്ന് ടൈപ്പ് ചെയ്ത്, എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആൾ സംസാരിക്കേണ്ടി വരും. എല്ലാവർക്കും സന്തോഷം നൽകുന്ന വാക്കുകളല്ലേ? യെസ്, വളരെ വളരെ സന്തോഷം. ഇനി അടുത്ത ആൾ സംസാരിക്കും? യെസ്, സംസാരിക്കുന്ന ആൾ മാത്രം മൈക്കോണാക്കുക. വന്നോളൂ. അടുത്ത ഒരു ശുഭകരമായ പ്രതീക്ഷ നൽകുന്ന വാക്കുകളുമായിട്ട് ഒരാളുടെ അടുത്ത ആൾ വന്നോളൂ. നെക്സ്റ്റ് വൺ ആരാണ്? മൈക്ക് ഓൺ ആക്കി സംസാരിക്കും. ഹലോ സർ, ഗുഡ് മോർണിംഗ് സർ. ക്യാമറ ഓൺ ആക്കാൻ പറ്റുമോ? സർ ഞാൻ കിച്ചണിലാണ്, അതുകൊണ്ടാണ്. ഓക്കെ, കുഴപ്പമില്ല, സംസാരിച്ചു. സർ ഞാൻ മണി മൈൻഡ് സെറ്റ് മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം പങ്കെടുക്കാൻ നിൽക്കുന്നേ ഉള്ളൂ സാറേ.
എനിക്ക് ഞാൻ ആ ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് തന്നെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് സാർ. സാറ് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ബിൽഗേറ്റ്സിന് കത്തെഴുതാൻ തുടങ്ങി. അങ്ങനെ ഓരോ പ്രാക്ടീസ് ആക്ടിവിറ്റി ചെയ്തതിന് ശേഷം എനിക്ക് സാറെ 2 ദിവസത്തിനുള്ളിൽ സാറിന് അടച്ച പൈസ കിട്ടി. പിന്നെ ആണെങ്കിൽ ഇപ്പൊ എനിക്ക് വളരെ സന്തോഷവും സമാധാനവും. ഞാൻ ഒരു ക്ലാസ് മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ സാറേ. ഇനി ബാക്കി എല്ലാ കോഴ്സിലും പങ്കെടുക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ. എന്നിട്ട് എനിക്ക് നല്ല മാറ്റമുണ്ട് സാറേ. ഞാൻ സാറിന്റെ ടീമിനും സാറിന്റെ ബുക്ക് വായിച്ച് എനിക്ക് വളരെ സന്തോഷമായി. ചന്ദനമരം വെട്ടണം സാർ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ ഈ ചന്ദനമരം തന്നെ വെട്ടാൻ തീരുമാനിച്ചു. താങ്ക് യു സോ മച്ച് സാർ. സാറിന്റെ ടീമിനും ഇതെല്ലാരും ജോയിൻ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ സാർ അത്രയും ആത്മാർത്ഥമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ദൈവിക ഗ്രന്ഥങ്ങളൊക്കെ സത്യമാണെന്ന് അതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച് സാറേ. ഓക്കെ, വളരെ വളരെ സന്തോഷം. ഇതും എല്ലാവർക്കും സന്തോഷം നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന മനോഹരമായ ഒരു വാക്കാണ്. ഇനി അടുത്ത ഒരാൾ സംസാരിച്ച്, ഒത്തിരി ആളുകളുണ്ട് ലൈഫിൽ ഇഷ്യൂസുകളുമായി നടക്കുന്ന, അവരുടെയൊക്കെ മനസ്സിൽ വെളിച്ചം വീശാൻ വേണ്ടിയിട്ടാണ്. യെസ്, സംസാരിച്ചോളൂ. പേരെന്തായിരുന്നു? IPS ഫ്രം കാലിക്കറ്റ്. ഓക്കെ. മൈക്ക് ഓക്കെ, ക്യാമറ ഓൺ ആണ്. ശരി, പറയൂ. ഞാൻ ജീവിതത്തിൽ ഗൾഫിൽ വിദേശത്തും സ്വദേശത്തായിട്ട് ഒരുപാട് തവണ ബിസിനസ് ചെയ്തു. പരാജയത്തിന്റെ കൈപ്പുനീർ അറിഞ്ഞിരിക്കുന്ന വ്യക്തിയാണ്. സാമ്പത്തികമായി എല്ലാ നിലയിലും 8 നിലയിൽ പൊട്ടി നിൽക്കുക എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ. അപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ അഭിമാനത്തിന് ക്ഷതം നിൽക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഞാൻ ഈ ഹാപ്പി പാർക്കിൽ എത്തിപ്പെട്ടത്. ഏത് നിമിഷവും ഒരു മരണത്തെ മുഖാമുഖം ഫേസ് ടു ഫേസ് കണ്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് സത്യത്തിൽ ഞാൻ ഹാപ്പി പാർക്കിൽ 3 മാസം മുൻപ് എത്തിപ്പെട്ടത്. ഇതിനുശേഷം എന്തുണ്ടായെന്ന് വെച്ചാൽ, ഏതൊരു ബാഹ്യശക്തി എനിക്ക് ധൈര്യം തന്നു. അതോടൊപ്പം തന്നെ എന്റെ ശരീരത്തിന്റെ മാനസികാവസ്ഥ കൊണ്ടായിരിക്കാം എന്റെ ശരീരത്തിന്റെ പെയിൻ എല്ലാം കൂടിയിരുന്നു. കാൽമുട്ട് വേദന, മസിൽ പെയിൻ തുടങ്ങിയ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതെല്ലാം 90% നീങ്ങുകയും എന്റെ മനസ്സിന് ഒരു കരുത്ത് ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ ഒരു സത്യമുണ്ട് എന്ന് തിരിച്ചറിയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഉൾപ്പെടുത്തി 60 പേരെ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് ഹാപ്പി പാർക്ക് കാലിക്കറ്റ് സിറ്റി എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ നമ്മളെ ബദറുദ്ദീൻ സാറിനൊക്കെ അഡ്മിൻ ആക്കി വെച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട പലരും ഇപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾക്ക് ഒരു ഗുഡ് മെസ്സേജ് ഇതിലൂടെ കൊടുക്കാൻ സാധിക്കും. എന്റെ സാമൂഹ്യ പ്രതിബദ്ധത എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പൊ തിരിച്ചറിഞ്ഞു, ഈ നന്മ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് എന്റെ ഒരു കർത്തവ്യമായി ഏറ്റെടുത്തിരിക്കാം. അതുകൊണ്ട് തന്നെ എനിക്കുണ്ടാകുന്ന വിജയത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു, പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നതോടൊപ്പം തന്നെ എന്റെ സഹജീവികളും കഷ്ടപ്പെടണം എന്ന ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് ഇപ്പൊ ഞാൻ സഞ്ചരിക്കുന്നത്. ഓക്കെ, പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കും. ട്രഷർ എങ്ങനെയുണ്ട്? ട്രഷർ സാറേ, അഷ്റഫ് സാറേ, ട്രഷറിനെ കുറിച്ച് 2 വാക്ക് പറയൂ. ട്രഷർ കോഴ്സിനെ കുറിച്ച് 2 വാക്ക് പറയൂ. എന്താണ് ട്രഷർ കോഴ്സിന്റെ ഒരു അവസ്ഥ, അതിന്റെ ബ്യൂട്ടി എന്താണ്? ട്രഷർ കോഴ്സിന്റെ ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ 25 വർഷം മുന്നേ അറിഞ്ഞ ചില കാര്യങ്ങൾ, അഹം ബ്രഹ്മാസ്മി, പിന്നെ വേറൊരു വാക്കണില്ല, അതൊക്കെ ഈ കാര്യങ്ങൾ 25 വർഷം മുൻപ് ഞാൻ കേട്ടിരുന്നു. പക്ഷേ അത് എങ്ങനെയാണ് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്നത് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ എന്റെ മൈൻഡിൽ നിന്നൊക്കെ പോയിരുന്നു. പക്ഷെ അത് സാറിന്റെ ട്രഷർ ക്ലാസ്സിൽ തുടങ്ങിയതോടുകൂടി എനിക്കത് കൈമോശം വന്ന സംഭവം എനിക്ക് തിരിച്ചു കിട്ടി എന്ന് മാത്രമല്ല, എന്റെ നാഥനെ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയെ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്നൊരു വിശ്വാസം വന്നു കഴിഞ്ഞു. ഇപ്പോഴും പലപ്പോഴും മെനിഞ്ഞാന്ന് ഒരു സ്വപ്ന ദർശനം സംഭവിച്ചു, അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തു. അപ്പൊ ദൈവം പിന്നെ അമ്പലത്തിലോ പള്ളിയിലോ അർച്ചിലോ കുറിച്ചിലോ അല്ല ഉള്ളത്, ദൈവം എന്നിലാണുള്ളത് എന്ന ഒരു തിരിച്ചറിവ്, ദൃഢമായ ഒരു തിരിച്ചറിവ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരു ശക്തിക്കും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല, എന്നിലെ ഞാൻ കണ്ടെത്തും എന്നൊരു വിശ്വാസത്തിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ബാക്കി എത്തിയിട്ട് പറയാം. ഓക്കെ. ശരി, വളരെ വളരെ സന്തോഷം. ഇനി അടുത്ത ആരാണ് സംസാരിക്കുന്നത്? വളരെ വളരെ സന്തോഷം. ആൾക്കാരുടെ ഒരു ഹാപ്പിനെസ് ആണ്. അതുകൊണ്ട് ഹാപ്പി ഫ്രൈഡേ. പറയൂ, പേരെന്തായിരുന്നു? ഹലോ സാർ, ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഞാൻ ഹാപ്പി പാർക്കിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 മാസമേ ആയിട്ടുള്ളൂ. എങ്കിൽ തന്നെ എനിക്ക് വരുന്ന മാറ്റം അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. സാറ് ദൈവമാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാനിന്ന് വളരെ സന്തോഷവതിയാണ്. എൻ്റെ കുടുംബത്തിൽ സന്തോഷം കൊടുക്കാൻ എനിക്ക് കഴിയുന്നു. എനിക്ക് മണി മൈൻഡ് സെറ്റിൽ വരാൻ
എനിക്ക് അല്പം സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നതുകൊണ്ടാണ് വരാൻ പോലും കഴിയാത്തത്. എന്നിരുന്നാൽ തന്നെ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം ഞാൻ മണിമൈൻഡ് സെറ്റിലേക്ക് കയറുന്നതാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ പരിസരത്തുള്ളവരിലേക്ക് എൻ്റെ സന്തോഷം പകർന്നു കൊടുക്കാൻ എനിക്ക് കഴിയുന്നു. പലരെയും ഞാൻ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പലർക്കും താല്പര്യക്കുറവ് കൊണ്ടോ എന്തോ വരാൻ കഴിയുന്നില്ല. എന്തായാലും കുറേയധികം പേരെ എനിക്ക് ഇതിലേക്ക് കൊണ്ടുവരണമെന്ന് ഉണ്ട്. വളരെ സന്തോഷമാണ് സാർ. എൻ്റെ കുടുംബത്തിന് സന്തോഷം കൊടുക്കാനും എനിക്ക് വളരെയധികം മാറ്റങ്ങൾ എന്നിൽ ഉണ്ടാക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, വളരെ സന്തോഷം. ഇതെല്ലാം എല്ലാവർക്കും സന്തോഷം നൽകുന്ന വാക്കുകളല്ലേ പ്രിയപ്പെട്ടവരെ? ഒന്ന് ടൈപ്പ് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാരുണ്ട്. പ്രൗഢമായ സദസ്സാണ്. എല്ലാവർക്കും സന്തോഷം നൽകുന്ന വാക്കുകളാണ്. ഗുഡ് മോർണിംഗ് സാർ. ഒന്ന് സംസാരിച്ചോട്ടെ? സംസാരിച്ചോളൂ സാർ. സാറേ, ഞാൻ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ EFTയിൽ വന്നിട്ട് ഞാൻ ഒന്ന് ഡ്രോപ്പ് ചെയ്തതാണ്. അപ്പൊ ഭാര്യ കൂടെ ഉണ്ടായിരുന്നില്ല പറഞ്ഞാൽ ഇത് ചെയ്യാൻ താല്പര്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പൊ ഞാനും വൈഫും കൂടി ട്രഷർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനൊരു ഏകദേശം 1 വർഷമായിട്ട് ഞാനൊരു വെൽനസ് സെന്റർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചാണ്. പക്ഷെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇന്നലെ അതിന്റെ സാധനങ്ങളെല്ലാം നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അതെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ വെൽനസ് സെന്ററിലേക്ക് വേണ്ടുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആളുണ്ട്. പക്ഷെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പൊ ഇതിപ്പോ ഞാൻ EFTയും ഇതൊക്കെ ചെയ്യുന്നതായിട്ട് ട്രഷറൊക്കെ ചെയ്യുമ്പോൾ എനിക്കത് സ്റ്റാർട്ട് ചെയ്യാനുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാകുന്ന ഹാപ്പി പാർക്ക് വെൽനസ് സെന്റർ എന്ന് ഇടാൻ പറ്റുമോ എന്നുള്ളതാണ് എനിക്ക് അറിയാനുള്ളത്. എനിക്ക് ആഗ്രഹം അതന്നെ വേണമെന്ന്. കാരണം ഞാൻ ഇതിൽ വന്നതിന് ശേഷമാണ് അതിനൊക്കെ ഒരു കോൺഫിഡന്റ് വന്നത്. പിന്നെ എൻ്റെ ഒരു മെന്റർ ആയിട്ടുണ്ട്, എൻ്റെ വെൽനസ്സിൽ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മെന്റർ ഉണ്ട്. അദ്ദേഹം അതിന്റെ ഒരു നോട്ടീസ് പോലെല്ലാം ഉണ്ടാക്കിയിട്ട് അദ്ദേഹം കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കിയിട്ട് എനിക്ക് അയച്ചിട്ടുണ്ട്. അതിൽ പേരിട്ടിട്ടുള്ള ഹാപ്പി പാർക്കാണെന്നാണ്. ഞാൻ മനസ്സിൽ വിചാരിച്ചു തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ സാറിനോട് ചോദിക്കാതെ ചെയ്യാനും പറ്റില്ല. ഞാനത് ചോദിച്ചിട്ട് അല്ലെങ്കിൽ ആ നോട്ടീസ് മാറ്റേണ്ടി വരും. നിങ്ങളുടെ മാറ്റങ്ങൾ എന്തെല്ലാമാണ് സാറേ? ലൈഫിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമാണ് ഹാപ്പി പാർക്കിൽ വന്നതിന്? മാറ്റങ്ങൾ എന്ന് വെച്ചാല് വീട്ടില് കുറച്ചൊരു സന്തോഷം വന്നു. എന്റെ സ്വഭാവത്തിൽ തന്നെ കുറച്ച് മാറ്റങ്ങൾ വന്നു. പിന്നെ ആരോഗ്യം ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. ഞാൻ മുമ്പേ എക്സസൈസും യോഗയൊക്കെ ചെയ്തുകൊണ്ടായതാണ്. അതുകൊണ്ട് ഇത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ ഇടയ്ക്ക് എന്തോ മൈൻഡ് മാറിയിട്ട് ഡ്രോപ്പ് ചെയ്തു. അപ്പൊ ആ വേദനകളെല്ലാം തിരിച്ചു വരുന്ന പോലെ തോന്നി. പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തു. റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ആദ്യം കിട്ടിയതിനേക്കാളും കുറച്ച് ലേറ്റ് ആയി റിസൾട്ട്. അപ്പൊ നമ്മൾ അത് ഡ്രോപ്പ് ചെയ്യാൻ പാടില്ല, ലൈഫ് ലോങ് ചെയ്യണം എന്നുണ്ട്. പിന്നെ ഇതിലെ ഒരു പരാതി മുമ്പേ പറഞ്ഞിരുന്നു, കുട്ടികള് വന്നാൽ നല്ലൊരു മാറ്റം ഉണ്ടാവും, അവർ വലിയൊരു ഭാവിയിലേക്ക് എത്തും പറഞ്ഞു. കഴിഞ്ഞ ഞാൻ കോഴിക്കോട് EFTയിൽ വന്നപ്പോ ഒരുപാട് കുട്ടികൾ വളരെ സന്തോഷത്തോടെ ഇത് EFT അത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അവര് ഞാൻ വെറുതെ നോക്കിയാണ്, വെറുതെ വീട്ടിലിരിക്കുന്നത് കൊണ്ട് വന്നിട്ട് ഇരുന്നതാണോ എന്ന് നോക്കിയ. പക്ഷെ അവര് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അവർ ചെയ്യുന്നുണ്ട്. അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനന്ന് ആഗ്രഹിച്ചാണ് കുറെ കുട്ടികളും അവരെല്ലാം വരണമെന്നുണ്ട്. എന്റെ മോളൊക്കെ അത് കണ്ടിട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അറിയില്ലെങ്കിലും ചെയ്യുന്നുണ്ട് വെറുതെയെങ്കിലും. അത് അവർക്ക് ഭാവിയിൽ അത് ഇങ്ങനത്തെ ഒരു അവസരം കിട്ടുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രചോദനമാവും. കുട്ടികൾ വന്നതിൽ സന്തോഷമുണ്ട്. പിന്നെ എന്തായാലും നല്ല. അപ്പൊ എനിക്കത് അറിയേണ്ടത് ആ പേര് അത് നമുക്ക് നോക്കാം സാർ, അത് നോക്കാം. നമുക്ക് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ആലോചിച്ച് പറയാം കേട്ടോ. ഓക്കെ ശരി. ഓക്കെ ആയിട്ട് നമുക്ക് അത്തരം വിഷയങ്ങൾ സംസാരിക്കുന്നതിൽ പരിമിതി ഉണ്ടല്ലോ. ശരി, ഇനി ആരാണ് സംസാരിക്കുന്നത്? ഏതായാലും വലിയ സന്തോഷം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാറേ. ഗുഡ് ഗുഡ് മോർണിംഗ്. എന്റെ പേര് നിതീഷ്. വടകര, കോഴിക്കോട് ജില്ലയിലെ വടകരയാണ് എന്റെ സ്ഥലം. ഹൈദർ ഖാൻ എന്ന് പറയുന്ന ആള് മുഖാന്തരമാണ് ഞാൻ ഹാപ്പി പാർക്കിൽ ഒരു 4 മാസത്തോളമായി ജോയിൻ ചെയ്യുന്നത്. എനിക്കുണ്ടായ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ബിസിനസ് ചെയ്ത് പരാജയപ്പെട്ട രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഹാപ്പി പാർക്കിൽ വരുന്നത്. അതിനുശേഷം വളരെയധികം സന്തോഷമായിട്ട് എല്ലാ കാര്യങ്ങളും എടുക്കുകയും ഓരോ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും ചെയ്യുന്നു. എന്തായാലും ഹാപ്പി പാർക്കിൽ ആദ്യമായിട്ട് വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ക്ഷമയോടുകൂടി ഈ 6:30 അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ അകത്തുള്ള ട്രഷറി, EFT എന്നീ കോഴ്സുകൾ നിർബന്ധമായും പങ്കെടുക്കുക. അങ്ങനെ സാവധാനം മാത്രമേ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂ. പിന്നെ നമുക്ക് എല്ലാവരോടും ഒരു സന്തോഷപരമായിട്ട് പെരുമാറാനും പിന്നെ എല്ലാ കാര്യങ്ങൾക്കും പോസിറ്റീവായിട്ടുള്ള മൈൻഡോട് കൂടി പ്രവർത്തിക്കാനും സാധിക്കും എന്നുള്ളതാണ് എനിക്ക് ഉണ്ടായ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ. എല്ലാം ഒരു പോസിറ്റീവായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് വന്ന മാറ്റം എന്ന് പറയുന്നത്. എന്തായാലും വളരെ സന്തോഷം ഇപ്പോഴുണ്ട് എന്നുള്ളതാണ്. ലൈഫിൽ സന്തോഷിച്ച് ഇങ്ങനെയെല്ലാം ജീവിക്കാനാവും. പക്ഷെ ഒരുപാട് ആള് സന്തോഷം കിട്ടാതെ വളരെയധികം കഷ്ടപ്പെട്ട് കഴിയുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം ഇതിൻ്റെ അകത്തേക്ക് പങ്കെടുപ്പിക്കണമെന്നും അവരുടെ ലൈഫിൽ വലിയ സന്തോഷങ്ങൾ നൽകണമെന്നും ആഗ്രഹമുണ്ട്. എന്തായാലും ഇത്രയും വലിയ എഫേർട്ട് എടുത്ത് മുന്നോട്ട് പോകുന്നതും അത്രത്തോളം ആത്മാർത്ഥ കാണിക്കുന്നതും സാറിനും സാറിന്റെ ടീമിനും വളരെയധികം നന്ദി രേഖപ്പെടുന്നു. താങ്ക് യു സാറേ. ഓക്കെ, വളരെ സന്തോഷം. ഈ വരുന്ന 18-ാം തീയതി മണി മൈൻഡ് സെറ്റിന്റെ 6ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.
ഇതുവരെ ഒരൊറ്റ ബാച്ച് മുടങ്ങിയിട്ടില്ല. അപ്പൊ അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ആ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യണമെന്ന് സാന്ദർഭികമായിട്ട് പറയും. ഇനി അടുത്ത ആരാണ് സംസാരിക്കുന്നത്? വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് നമ്മുടെ ഈ അബുദാബിയിൽ നിന്നുള്ള സാറ് സംസാരിക്കുന്നുണ്ടോ? ഐഫോൺ സംസാരിച്ചോളൂ, മൈക്കോണാക്കി സംസാരിച്ചോളൂ. ഇപ്പൊ സംസാരിക്കുന്നില്ല, അത് കുഴപ്പമില്ല. ഹലോ പറയും. ഹലോ തോമസ് പുതുപ്പള്ളി. പറയൂ. ഞാൻ ഹാപ്പി പാർക്ക് വന്നിട്ട് 3 മാസമായുള്ളൂ. ഇതറിയാൻ കാര്യം, ഞാൻ ഈ ബിസിനസ്സിലൊക്കെ ഏർപ്പെടുന്നതുകൊണ്ട്, പല ബിസിനസ്സിലൊക്കെ ഉള്ളതുകൊണ്ട് ഈ മോട്ടിവേഷൻ പ്രസംഗം എല്ലാം ഇഷ്ടമാണ്. അത് കേട്ട് പലരുടെ 5-8 പേരുടെ കേട്ടു. പക്ഷെ യാദൃശ്യമായിട്ടാണ് സാറിന്റെ ഈ ഹാപ്പി പാർക്ക് കാണാൻ ഇടയായതും. ആ വാക്കുകൾ കേട്ടപ്പോൾ നമുക്കൊരു ആശ വന്നു. ഇത് നല്ലൊരു മോട്ടിവേഷൻ ആണെന്നുള്ള കരുതിയാണ് ഇതിലേക്ക് തിരിഞ്ഞത്. ഇപ്പൊ അത് EFT വരെ ആയിട്ടുണ്ട്. അത് അഫർമേഷൻ. അതുകൊണ്ട് ഒത്തിരി ഗുണങ്ങൾ വന്നിട്ടുണ്ട്. കാരണം എനിക്ക് പെട്ടെന്നൊരു ക്ഷിപ്രകോപിയായിരുന്നു ഞാൻ. പെട്ടെന്ന് കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ ഇച്ചിരി കോപം വരുന്നാറുണ്ട്. ഇപ്പൊ തന്നെ ഞങ്ങൾ ബിസിനസ് ചെയ്ത് 2 കൂട്ടർ തമ്മിൽ പാർട്ണറുമായിട്ട് ചെറിയ തർക്കത്തിൽ നിൽക്കുകയായിരുന്നു 2-3 ദിവസം മുമ്പ്. അതിപ്പോ ഞാൻ അഫർമേഷൻ EFT ചെയ്ത് അത് പയ്യെ മാറി വരുന്നുണ്ട്. അതുകൊണ്ട് പല പല ഗുണങ്ങളുണ്ട്. പിന്നെ അതിൽ സാറിന്റെ ഏറ്റവും ക്വാളിറ്റി ഞാൻ കണ്ടത്, ഇത് അറിവുകൾ പകർന്നു കൊടുക്കുന്നു. ഇതാരും നമ്മളൊരു അറിവ് കിട്ടിയാൽ ആരോടും പറയല്ല, വളരെ രഹസ്യമായിട്ടിരിക്കണം എന്ന് വരെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഒരു ക്വാളിറ്റി നമുക്ക് സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരു സുവിശേഷമാണ് ഇതിലൂടെ നടക്കുന്നത്. അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. എനിക്ക് 2 സംശയങ്ങൾ. ഒന്ന്, ഈ അലർജിയുടെ ഒരു എഫക്റ്റ് ഉണ്ടോണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതെന്ത് ഇന്നലെ എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണങ്ങൾ എന്നാന്ന്, അതുകൊണ്ട് എന്തുകൊണ്ട് പിന്നെ പെട്ടെന്ന് നമ്മൾ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഈ പിണക്കം ഇടയ്ക്കിടയ്ക്ക് വരുന്നത്, അപ്പം മാറി വരുന്നുണ്ട്. എന്നാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒത്തിരി പറയുന്നുണ്ട്. അതിപ്പം കൺട്രോൾ ചെയ്ത് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഓക്കെ. വേറെ ചില ആളുകൾ ഓണാക്കുന്നതാണ്. സാറ് EFT സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് കഴിയുമ്പം ഡെഫിനറ്റ്ലി അതെല്ലാം അലർജി കംപ്ലീറ്റ്ലി പമ്പ കിടക്കും സാർ. ഓക്കെ. ഗുഡ് മോർണിംഗ് സർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്. പറയൂ. അബുദാബി, നാരായണൻ നായർ. നാരായണൻ നായർ പറയൂ സാർ. സാറ് എന്നെ പ്രത്യേകമായിട്ട് കൺസിഡർ ചെയ്യുന്നു എന്ന് തന്നെ ഞാൻ ഹാപ്പിയാണ്. മാറ്റങ്ങൾ വരും. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ക്രോണിക് പ്രോബ്ലമാണ്, ഹെൽത്ത് ഇഷ്യൂസ് ക്രോണിക് പ്രോബ്ലമാണ്. എനിക്ക് മനസ്സിലാകാം. എന്റെ മോള് തന്നെ ഡോക്ടറാണ്. What about your mental strength? That is what I have asked you. That is improving very much. It is improving very, very much. Actually, എന്നെ ഇത് കൊണ്ടുവന്നത് തന്നെ ഒരു മെന്ററാണ്. ആക്ച്വലി ഒരു ഹിപ്നോട്ടിസം അറിയാവുന്ന ഒരു സർട്ടിഫൈഡ് ഹിപ്നോട്ടിസം പേഴ്സൺ ആണ് എന്നെ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. He is with me. In future business, he is going to be with me. We are going to start something together. And every day we are meeting in the evening and sitting for 1 hour, 2 hours, and we are discussing about you also. Whatever you are telling, he is already explained to me. He is already there actually. And your Badruddin sir also knows him, and he only introduced me. His name is Salim. He is from Kecheri, Trichur district. Now he is in Abu Dhabi with me, and we are going to have something together very soon. We are going to represent some Indian company in UAE. Okay. That too, wellness company with lot of medicines, lot of program. They already have it. So wish me success, and I'll be with you always. And I'm sure I will improve my health situation, and I will walk without stick very soon. Good. Thank you. Very good. More than 20 years ആയി പുള്ളിക്കാരന് സ്റ്റിക്ക് ഉപയോഗിച്ചാണ് നടക്കുന്നത്. ഇപ്പൊ EFT പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ആ സ്റ്റിക്ക് ഒഴിവാക്കി എന്താ പറയാ, ആ ക്രോണിക് ഡിസീസ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുക എന്നാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അദ്ദേഹത്തിന് അത് സാധിക്കട്ടെ. എല്ലാവരുടെയും ബ്ലെസ്സിങ് അദ്ദേഹത്തിന് കൊടുക്കുക. അദ്ദേഹത്തിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന്. ഇപ്പൊ വണ്ടി ഓടിക്കാൻ വയ്യ, എന്റെ മെർസിഡീസ് ഓടിക്കാവുന്ന ഒരു സ്റ്റേജിലോട്ട് വരണം. ഡെഫിനറ്റ്ലി അതിന് സംഭവിക്കട്ടെ. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മെന്റൽ ഇതൊക്കെ ആയിട്ടും അദ്ദേഹം വളരെയധികം ശക്തമായിട്ട് EFT ഒക്കെ പങ്കെടുക്കുകയും കൃത്യമായിട്ട് അതിൽ പ്രതികരിക്കുകയും ചെയ്യുന്നു. ഏതായാലും നാരായണൻ നായർ സാറെ, നിങ്ങൾക്ക് എല്ലാവിധ ബ്ലെസ്സിങ്ങും അനുഗ്രഹവും ഉണ്ടാവട്ടെ. ഓക്കെ. ഒരിക്കലും ലിവ് ചെയ്യരുത്, ഗിവ് അപ്പ് ചെയ്യരുത്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക.
യെസ്. ശരി, അപ്പൊ നമുക്ക് ഈ ഹാപ്പി ഫ്രൈഡേയിൽ ഇനി ആര് സംസാരിക്കും? ഒന്ന് രണ്ടാ കൂടി സംസാരിക്കാം. ഹലോ സാറേ, ആ ഞാൻ ശ്രീജ കോട്ടയത്ത് നിന്ന്. ഞാൻ ഒരുപാട് ഫാമിലി ഇഷ്യൂസ് ഉള്ള സമയത്ത്, ആകെ തകർന്നിരിക്കുന്ന സമയത്താണ് എൻ്റെ ബ്രദറാണ് എന്നെ ഹാപ്പി പാർക്കിന്റെ മറ്റേ മണി മൈൻഡ് സെറ്റ് മാർച്ച് 9 എറണാകുളത്ത് വെച്ച് നടന്ന ഫംഗ്ഷനിൽ പങ്കെടുത്ത് ഞാൻ പിറ്റേ ദിവസം തന്നെ ഞാൻ മണി മൈൻഡ് സെറ്റിലും 3 ബാച്ചിൽ ജോയിൻ ചെയ്ത്. പിന്നെ എനിക്ക് അങ്ങോട്ട് ഭയങ്കര മാറ്റം, അതായത് ടെൻഷനായിട്ടിരുന്ന സമയത്താണ്. പിന്നെ അതിനുശേഷം ഇതിന്റെ പുറത്ത് തന്നെ ഞാൻ എല്ലാവരോടും ദേഷ്യപ്പെടും. അങ്ങനെയൊക്കെ ഒരു പ്രത്യേക മൈൻഡായിരുന്നു എൻ്റെ. ഒരുപാട് ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഒരു ഇതായിട്ട് തന്നെ മകൻ മദ്യപാനം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഇങ്ങോട്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് മാറ്റം എന്ന് പറഞ്ഞാല് ഇത്രയും നാൾ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഫുൾ മാറ്റം. മോന്റെ മദ്യപാനം മാറി, അതുപോലെ തന്നെ മകള് പഠിച്ച് എക്സാം കഴിഞ്ഞ വഴിക്ക് തന്നെ മകൾക്ക് ജോലിയായി. എല്ലാം കൊണ്ടും ഞാനിപ്പോ നല്ല ഹാപ്പി ആയിട്ട് വെച്ചാൽ ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ ഹാപ്പി പാർക്കിന്റെ കൂടെ ഉണ്ടാവും. അതുപോലെ സന്തോഷം കൊണ്ടുള്ള കരച്ചിൽ വരുന്നു എനിക്ക്. അതുപോലെ എനിക്ക് ചെറിയൊരു വണ്ടി ഞങ്ങൾ വാങ്ങിച്ചു. അതുപോലെ എറണാകുളത്തേക്ക് താമസം മാറി. എല്ലാം കൊണ്ടും ഞാനിങ്ങനെ കരയും. അതുകൊണ്ടാണ് ഞാൻ ഇത് സംസാരിക്കാത്തത്. സന്തോഷം കൊണ്ട് ഞാൻ കരയും. അതുകൊണ്ട് ഞാൻ മിക്കവാറും ഞാൻ സംസാരിക്കാറില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സാർ. ദൈവമാണ് എന്നെ ഈ ഹാപ്പി പാർക്കിൽ കൊണ്ടെത്തിച്ചത്. ഇനി ഞാൻ തുടർന്നു ഈ കൂടെ തന്നെ ഉണ്ടാവും. ഒരുപാട് നന്ദി സാറിന്. ആയുരാരോഗ്യ സൗഖ്യങ്ങളും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീജയ്ക്ക് ആവശ്യം പോലെ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമ്മള് വളരെ സന്തോഷം. എല്ലാവരുടെയും മനസ്സ് കണ്ടു. നിങ്ങൾക്ക് എല്ലാവരുടെയും ബ്ലെസ്സിംഗ് ഉണ്ട്, എല്ലാവരുടെയും ബ്ലെസ്സിംഗ് ഉണ്ട്. ഇതൊരു സന്തോഷത്തിന്റെ, അതാണ് ഹാപ്പി ഫ്രൈഡേ എന്ന് പേരിട്ടത്. എല്ലാ ആഴ്ചയും നമുക്ക് ഇതേപോലെ കറക്റ്റായിട്ട് ഞാൻ എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഹാപ്പി പാർക്കിന്റെ എല്ലാ വർക്കുകളും ഞാൻ ചെയ്ത് ആക്റ്റീവായിട്ടിരിക്കുകയാണ്. ഇന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ EFT ഞാൻ ഈ ഹാപ്പി പാർക്കിൽ വന്നതിന് ശേഷം ഇന്നാണ് എനിക്ക് EFT കയറാൻ പറ്റിയില്ല. അതിന്റെ ഒരു ഭയങ്കര സങ്കടമുണ്ട്. ഒരു ക്ലാസ് പോലും ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ മിസ് ചെയ്തിട്ടില്ല. പിന്നെ എല്ലാം കൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ഇനി എനിക്ക് ഭയങ്കര പ്രതീക്ഷയാണ് ജീവിതത്തിൽ. സന്തോഷമാണ്, പ്രതീക്ഷയാണ് എല്ലാം. വളരെ സന്തോഷം. പറ്റുമെങ്കിൽ അടുത്ത ട്രഷർ ബാച്ച് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. പിന്നെ തിരിച്ചുപോക്കുണ്ടാവില്ല. ഒരു മനുഷ്യന്റെ സമ്പൂർണമായ മാറ്റം അതിലൂടെ സംഭവിക്കും. ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ അഫർമേഷൻ എല്ലാം എഴുതുന്നുണ്ട് സാർ. കൃത്യമായിട്ട് എല്ലാ വർക്കും ചെയ്ത് സന്തോഷമായിട്ടിരിക്കുന്നു. വളരെ സന്തോഷം. താങ്ക് യു. ഇനി ഒന്ന് രണ്ടാ കൂടി സംസാരിക്കാം. കാരണം ഒത്തിരി ആളുകൾക്ക് പ്രതീക്ഷയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ. നമ്മുടെ ഞാൻ സംസാരിക്കാം, കുഴപ്പമില്ലല്ലോ. സംസാരിച്ചോ. ആന്റണിയാണ് നടത്തുന്നത്. ഓൾമോസ്റ്റ് ഞാൻ ഹാപ്പി പാർക്കിൽ വന്നിട്ട് അറൌണ്ട് 2.5 വർഷത്തോളം ആയിട്ടുണ്ട് ഏകദേശം. പക്ഷെ ഞാൻ മെയിൻ കോഴ്സുകളൊക്കെ ചെയ്യുന്നത് ഇപ്പോഴാണ്. കാരണം എന്റെ ഹാപ്പി എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2025 മൊത്തം എന്റെ ഹാപ്പി ഡേ ആണ്. അതായത് 2025 സാറിന്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ വലിയ ദൗത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തന്നെ ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് സാറിന്റെ ക്ലാസ് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ ദുബായിലായിരുന്നു. ദുബായിൽ ഫിനാൻസ് മാനേജറായിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന സമയത്താണ്. അപ്പൊ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒറ്റ കാര്യമുള്ള അതിനകത്ത്, സാറ് പറയുന്ന കാര്യങ്ങൾ അനുവർത്തിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് 100% വിജയിക്കും. എല്ലാവർക്കും പണമാണ് വേണ്ടത്. എല്ലാവർക്കും പണം ഉണ്ടെങ്കിൽ തന്നെ ജീവിതത്തിൽ 80% നമ്മൾ ഹാപ്പി ആയിരിക്കും. ബാക്കി ഹാപ്പിനെസ് നമ്മുടെ മനസ്സ് കൊണ്ടുവരുന്നതാണ്. ആ മനസ്സും കൂടി റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുൾ ഹാപ്പിയാണ്. അത് തന്നെയാണ് ഹാപ്പി പാർക്ക് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയുണ്ട് സാറേ? വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ് അബൌട്ട് ട്രഷർ? ട്രഷറിലും മൈൻഡ് സെറ്റിൽ എല്ലാത്തിലും പങ്കെടുത്ത് കഴിഞ്ഞപ്പോ മറ്റേ ആദ്യത്തിലും പങ്കെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാല് നമ്മളുടെ മനസ്സ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്തും നേടാം. ഞാൻ അങ്ങനെ നേടിയ ഒരാളാണ്. ഞാനൊക്കെ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു വളർന്നു, കഷ്ടപ്പെട്ട് പഠിച്ചു. അപ്പോഴും എൻ്റെ ആയുധം എൻ്റെ അറിവ് ഏറ്റവും വലുത്. ഞാൻ അറിവ് നേടിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഇപ്പോഴും. അപ്പൊ ഓരോ കാര്യങ്ങൾക്ക് അറിവ് നേടുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന വെച്ചാല് അത് നമ്മളുടെ ജീവിതത്തിൽ വളരെ ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. അതിലൂടെ നമുക്ക് പണം ഉണ്ടാക്കാൻ പറ്റുന്ന മാർഗങ്ങൾ തെളിഞ്ഞു വരും. അപ്പൊ പണം ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആകെ നിസ്സാര ടൈമിൽ മാത്രമേ ബാധ്യതയിൽ ജീവിച്ചിട്ടുള്ളൂ. അതിനുശേഷം എനിക്ക് ബാധ്യതകളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ബാധ്യതകൾ തീർക്കാനും ട്രഷറിൽ വന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായി അത് സാറ് പറയുന്ന കാര്യങ്ങൾ
അതായത് കൃത്യമായിട്ട് അച്ചടക്കത്തോടെ അനുവർത്തിച്ച് വരികയാണെങ്കിൽ അതിൽ നമുക്ക് 100% വിജയിക്കാൻ പറ്റും. അതായത് അതിൻ്റെ അകത്തൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. ആദ്യം നമ്മളുടെ മൈൻഡ് സെറ്റ് ചെയ്യുക, നമ്മൾ ലക്ഷ്യങ്ങൾ ഫിക്സ് ചെയ്യുക, അതിനുശേഷം നമ്മൾ ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. വെറുതെ പ്രവർത്തിച്ചിട്ട് കാര്യമില്ല, അത് നിരന്തര പ്രവർത്തനമായിരിക്കണം. അത് അണുവിട അങ്ങാടും ഇങ്ങോട്ടും മാറാണ്ട് നിരന്തരമായിട്ട് അതിനെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ 100% നമുക്ക് വിജയിക്കാൻ പറ്റും, ഉറപ്പാണ്. അപ്പൊ ആ കാര്യങ്ങൾ സാറ് കൃത്യമായ അച്ചടക്കത്തോടെ പറഞ്ഞു തന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്റെ ജീവിതത്തിൽ ഞാൻ അനുവർത്തിച്ചു വന്ന കാര്യങ്ങളാണ്, അതിലൂടെ എനിക്ക് വിജയിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിന്റെ മെയിൻ എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. അപ്പൊ അതെനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ 2025 ലക്ഷ്യങ്ങളിലെല്ലാം ഓൾമോസ്റ്റ് ഞാൻ കവർ ചെയ്ത് ഇപ്പം 9 ലക്ഷ്യങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട്. അതിൽ 7 ഞാൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തേ. 9 ലക്ഷത്തിൽ 7 ആകെ 1 മാസം 2 മാസമായിട്ടുള്ളൂ. അദ്ദേഹത്തിന് നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. ഇത് മതി സാറേ, നിങ്ങൾ ഇനി അധികം സംസാരിക്കേണ്ടതില്ല. ഇത് തന്നെ ഏറ്റവും വലിയ ആ ലക്ഷ്യങ്ങൾ ഞാൻ വെച്ചത് തന്നെ ഒരു 10 വർഷം മുമ്പ് വെച്ച ലക്ഷ്യങ്ങളാണത്. എന്റെ വീടിന്റെ പണി, എന്റെ സ്വപ്ന ഭവനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെല്ലാം ഫാസ്റ്റ് ആയിട്ട് നടന്നു വളരെ ഫാസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൂടാണ്ട് ഞാനും എന്റെ കഴിവിൽ ഞാനൊരു പങ്ക് സാറ് പറഞ്ഞ ദൈവവചനങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം വെച്ചാൽ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മളിൽ തന്നെയാണ്. അപ്പൊ ദൈവത്തിന്റെ ഒരു വചനം ഞാൻ എപ്പോഴും ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ മറ്റൊരാൾക്കൊരു സഹായം ചെയ്തപ്പോൾ അത് എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് ദൈവം പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പല ആൾക്കാരെ സഹായിക്കും പല കാര്യങ്ങളും, പക്ഷെ തിരിച്ചൊന്നും അവരിൽ നിന്ന് കിട്ടില്ല എനിക്ക്. പക്ഷെ മറ്റു തലത്തിൽ എനിക്ക് കിട്ടുന്നുണ്ട്. അതായത് ഞാൻ പല ആൾക്കാർക്കും ജോലി വാങ്ങിച്ചു കൊടുത്തു. ഈ ബൈബിളിലൊരു വേർഡില്ലേ, പിന്നെ എന്താ പറയാ, യേശു ചോദിക്കുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, ഞാൻ രോഗിയായി വന്നു, നീ എന്നെ സഹായിച്ചില്ല, നീ എന്റെ അടുത്ത് വന്നില്ലല്ലോ. അപ്പൊ ആ രോഗിയായിരുന്നു, നിന്റെ അടുത്ത് വന്നില്ല, അത് ഞാനായിരുന്നു. അതെ. അപ്പൊ അങ്ങനെ ഞാൻ സഹായങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തിരിച്ചു കിട്ടിയത് എങ്ങനെയാന്ന് വെച്ചാല്, ഞാൻ പല ആൾക്കാർക്കും ജോലി വാങ്ങിച്ചു കൊടുക്കും. നാട്ടിലാണെങ്കിലും ദുബായിലാണെങ്കിലും പല ആൾക്കാരും ജോലി വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോ എനിക്കൊരാൾ ജോലി വാങ്ങിച്ചു തന്നു. അതെന്റെ ദൈവമായിരുന്നു. എനിക്കൊരു ജോലി എന്നെ ദുബായിലേക്ക് കൊണ്ടുപോയത് ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഒരു ലാഭോച്ചയും ഇല്ലാണ്ട് എന്നെ സിമ്പിളായിട്ട് അവിടെ എത്തിച്ചു. പിന്നെ ഞാൻ അവിടെ നിന്നും പല ആൾക്കാർക്കും ജോലി വാങ്ങിച്ചു കൊടുത്തു. ഇപ്പോഴും ഞാൻ പല കുട്ടികളെയും പഠിപ്പിക്കുന്നുണ്ട്. 10-40 കുട്ടികളോളം പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ കമ്പ്യൂട്ടർ പഠിപ്പ് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതിനും ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഞാനൊരു സഹായം ചെയ്തു കൊടുക്കുമ്പോൾ ആ സഹായത്തിന് നന്മ എനിക്ക് തിരിച്ചു കിട്ടും. അത് 100% ഷുവറാണ്. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ട്രഷർ ഹണ്ടിൽ ഇതിൽ വന്നുകൊണ്ട് ഇപ്പൊ ഞാൻ എന്റെ ജീവിതം പെട്ടെന്നാണ് മാറുന്നത്. ഈ 2025 സാറിന്റെ ഒരു പറഞ്ഞില്ലേ, കുറെ ലക്ഷ്യങ്ങൾ പറഞ്ഞില്ലേ, ഈ 2025 എനിക്ക് വളരെ ഒരുപാട് ലക്ഷ്യങ്ങൾ നേടിത്തന്നൊരു വർഷമാണ്. അപ്പൊ ഇത്ര നാളായിട്ടുള്ളൂ, അതിനുള്ളിൽ തന്നെ ഞാൻ പല കാര്യങ്ങളും നേടിക്കഴിഞ്ഞു. അപ്പൊ ഇത് സാറിന്റെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ചെയ്യാനാണെങ്കിൽ, കൃത്യതയോടെ ചിട്ടയോടെ ചെയ്യാനാണെങ്കിൽ, ഞാൻ ചിട്ടയോടെ ചെയ്യുന്നതാണ്. ഞാൻ രാവിലെ 3:30-4 മണിക്ക് എണീക്കും. അതിനുശേഷം നമ്മളുടെ എക്സസൈസും കാര്യങ്ങളും. അതൊരു കാര്യം കൂടി ഉണ്ട്, സാർ പറഞ്ഞ ആരോഗ്യം ഏറ്റവും പ്രധാനം എന്നല്ലേ, അത് ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. അത് ചിട്ടയോട് ഞാൻ എപ്പോഴും എക്സസൈസും, ഫുട്ബോൾ കളിക്കാൻ പോകും, ക്രിക്കറ്റ് കളിക്കാൻ പോകും, നീന്താൻ പോകും, അങ്ങനെ പല കാര്യങ്ങളും ചിട്ടയോട് ചെയ്ത് ശരിക്കും ആക്ച്വലി എല്ലാവരും 7 മണിക്ക് 8 മണിക്ക് എണീക്കുന്ന സമയത്ത് 8 മണിയാകുമ്പോൾ എന്റെ കാര്യങ്ങളെല്ലാം തീർന്നിട്ടുണ്ടാവും. പ്രാർത്ഥന കഴിഞ്ഞിട്ടുണ്ടാവും, മെഡിറ്റേഷൻ കഴിഞ്ഞിട്ടുണ്ടാവും, എക്സസൈസ് കഴിഞ്ഞിട്ടുണ്ടാവും. ആന്റണി സാറേ, we are proud of you and God may bless you and continue and proceed this way. Thank you sir, thank you very much. Okay sir. ഏതായാലും ഇതൊരു ശുഭപ്രതീക്ഷയല്ലേ ഈ വാക്കുകളൊക്കെ പ്രിയപ്പെട്ടവര്. നമുക്കൊരു കാര്യം ചെയ്യാം, സമയം ഒത്തിരിയായി. നമുക്ക് ഇനിയും ഒരുപാട് ആൾക്കാർ സംസാരിക്കാനുണ്ടാവും. ഇനി എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് ഹാപ്പി ഫ്രൈഡേ ആയിട്ട് ഒരു എന്താ പറയാ ആഘോഷിക്കാം. എല്ലാവർക്കും സന്തോഷം, അതാണ് ഹാപ്പി പാർക്കിന്റെ ലക്ഷ്യം. ഒരാളും ദുഃഖിച്ചിരിക്കേണ്ട കാര്യമില്ല. ഒരാളും നമ്മൾ നാലാമത്തെ ബാച്ച് അവസാനിക്കുന്ന സമയത്ത് ഞാൻ ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാറ്റമില്ലാത്ത ഒരാളും ഇതിൽ പൂർത്തിയാവില്ല എന്ന് പറയുകയും ഇക്കഴിഞ്ഞ സെഷനിൽ ഞാൻ അത് ആവർത്തിച്ച് പറയുകയും ചെയ്തു. ഏതെങ്കിലും ആൾക്ക് ഇനി എന്തെങ്കിലും ഓൾമോസ്റ്റ് അവിടെ എത്തുമ്പോഴേക്കും, അത് കഴിയുമ്പോഴേക്കും 80-90% ഇഷ്യൂസ് എല്ലാവരും തീരും. ഇനി 10% ബാക്കിയുള്ളതെങ്കിൽ അതും തീർക്കാതെ വിടില്ല എന്ന് പറയാൻ കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ, അത് ഒരു അത്ഭുതമോ അതൊരു വാദമോ ഒന്നും അല്ല. അത് നമ്മൾ റെഡി ആയി കഴിഞ്ഞാൽ നമ്മളെ റെഡിയാക്കാൻ പ്രപഞ്ചത്തിന് പദ്ധതി ഉണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ.
നമ്മൾ റെഡി ആവാത്തതാണ്. നീ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ നിന്നിലേക്ക് ഓടി വരും. ഇതാണ് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ. സത്യത്തിൽ നമ്മൾ റെഡിയായ ഒരാളുണ്ടെങ്കിൽ ഒരു മാറ്റവും അസാധ്യമല്ല എന്നതിന് യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ ഈ വരുന്ന 18-ാം തീയതി ഹാപ്പി പാർക്കിന്റെ എന്താ പറയുക, അഭിമാനകരമായിട്ടുള്ള ഒരു കോഴ്സ് മണി മൈൻഡ് സെറ്റ് 10 ദിവസത്തെ കോഴ്സാണ്. ഈ 10 ദിവസത്തെ ഈ ഒരു കോഴ്സിന് നിങ്ങൾക്ക് ഒരു 10,000 കൊടുത്താലും ഒരുപക്ഷെ 1,00,000 കൊടുത്താലും ലഭിക്കാത്ത അത്രയും അമൂല്യമായിട്ടുള്ള പണം വരുന്നതിന്റെ എല്ലാ രഹസ്യങ്ങളും പഠിപ്പിക്കുന്ന, എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ തുല്യതയില്ലാത്ത, ഞാൻ പറയുന്ന വേറുള്ള ആൾക്കാരൊക്കെ മോശമാണ് ഞാൻ ഉഷാറാണ് എന്നതല്ല, ഈ ഒരു വിഷയത്തിൽ 10 ദിവസം നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ്, അതും നമ്മൾ കൊടുക്കുന്നത് ആളുകൾക്ക് എല്ലാം എഫേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചില ആൾക്കാർ ചിന്തിക്കും, എന്താ ചിന്തിക്കുക, ഒരുപാട് ക്യാഷ് വേണ്ടേ സാറെ കോഴ്സിനൊക്കെ. അതൊന്നും ഇല്ലാത്ത രൂപത്തിൽ എല്ലാവർക്കും പങ്കെടുക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു രൂപത്തിൽ നമ്മളൊരു പദ്ധതി തയ്യാറാക്കിയത്. തീർച്ചയായിട്ടും അത് എനിക്ക് പ്രതീക്ഷയുണ്ട്. നമ്മൾ 2025 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വിചാരിച്ചിരുന്നത് ഒരു 1000 ആളുകൾക്ക് ഇത് കൊടുക്കണമെന്നായിരുന്നു, അല്ല 500 ആളുകൾക്ക് കൊടുക്കണമെന്നായിരുന്നു. 5 മാസമായപ്പോഴേക്കും ഏകദേശം 1000-ന്റെ അടുത്ത ആളുകൾക്ക് അത് കൊടുത്തു കഴിഞ്ഞു. ഇനി 6-ാമത്തെ മാസമാണ്. ഈ മാസം മുതൽ ഇനിയും 7 മാസത്തോളമുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ലക്ഷ്യം വെച്ചതിന്റെ എത്രയോ ഇരട്ടി ആളുകളിലോട്ട് ഇത് എത്തും എന്നതാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത്. അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, നമ്മുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഭൂമി വാങ്ങുന്നതിലോ വീട് വാങ്ങുന്നതിലോ ഫ്ലാറ്റ് വാങ്ങുന്നതിലോ ഒന്നുമല്ല. നമ്മുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് നമ്മളിലാണ്. എന്നിൽ ആന്റണി സാർ അദ്ദേഹത്തിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി. ജീസൺ സാർ അദ്ദേഹത്തിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി. അഷ്റഫ് സാർ അവരിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി. അതിനുമുമ്പ് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളും ഉപരിയായിട്ട് ഒരു 30% സെയിൽസ് വർദ്ധിക്കാൻ നമ്മൾ എത്ര പരസ്യ ബോർഡ് വെച്ചാലും ഒരുപക്ഷെ സാധിച്ചോളണമെന്നുണ്ടാവില്ല. എത്ര മാർക്കറ്റ് ടിവിയിൽ ചെയ്താലും ഒരുപക്ഷെ സാധിച്ചോളണമെന്നുണ്ടാവില്ല. പക്ഷെ സ്വന്തത്തിൽ ഇത് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയപ്പോൾ 1 ലക്ഷം കിട്ടേണ്ട ആള് 2 ലക്ഷത്തിലോട്ടും 5 ലക്ഷത്തിലോട്ടും 10 ലക്ഷത്തിലോട്ടും പോയി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് അവനവരിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇനിയും ആരും അത്തരം വിഷയങ്ങൾ മടിച്ചിരിക്കാതിരിക്കുക എന്ന് മാത്രമല്ല, ഇപ്പോൾ തന്നെ ഇതിലോട്ടൊന്ന് വിളിച്ച് നിങ്ങൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. ഇതൊരു എന്താ പറയാ, ചില ആൾക്കാർ ചിന്തിക്കും ഇതൊരു പ്രൊമോഷൻ ആണോ എന്ന്. നമ്മൾ ആ മണി മൈൻഡ് സെറ്റിൽ ആ ക്ലാസ്സിൽ ഒരു വിഷയം അത് തന്നെയാണ്, ഈ പ്രൊമോഷനെ കുറിച്ചുള്ള ഒരു സെഷൻ തന്നെയാണ്. അതിനെക്കുറിച്ച് ഒരു സെഷൻ കേട്ടവർക്ക് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? എനിവൺ? പ്രൊമോഷനെ കുറിച്ച് ഒരു സെഷൻ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മുടെ യെസ്, ഒന്ന് സംസാരിച്ചോളൂ. എല്ലാവരും ഓഫാണോ? പ്രൊമോഷനെ കുറിച്ച് നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, എല്ലാവരും ഓഫാണ്. ശരി, ഇനി എന്താണ് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ചിന്തിക്കും അതൊരു മോശമായ കാര്യമാണ്. നിങ്ങളെ കയ്യിൽ എന്താ പറയാ, ഒരു മനോഹരമായ സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ ആരും കാണാതെ പിടിച്ചു വെക്കുന്നതാണ് ക്രൂരത. പ്രൊമോഷനാണ് പുണ്യകർമ്മം. മനസ്സിലായില്ല? അതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ ഈ വിഷയങ്ങളൊന്നും പറയാതെ, അറിയിക്കാതെ, മിണ്ടാതെ ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ ലൈഫിൽ അത് നഷ്ടമാണ്. എന്നതുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് സാന്ദർഭികമായി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. സാറേ, അന്നത്തെ ആ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് അയച്ചു കൊടുത്തോളൂ. മുഴുവൻ ആൾക്കും നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ ഏറ്റവും വലിയ സന്തോഷം, നമുക്ക് മറ്റന്നാൾ ട്രിവാൻഡ്രത്ത് ഒരു പ്രോഗ്രാം ഉണ്ട്. നാളെ തൃശ്ശൂരുണ്ട്. പബ്ലിക് ആയിട്ടുള്ള പ്രോഗ്രാം അല്ല. തൃശ്ശൂർ നാളെ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഒരു പ്രോഗ്രാം ഉണ്ട്. അത് ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്, പബ്ലിക്കിന് അനൗൺസ് ചെയ്യാത്ത പ്രോഗ്രാമാണ്. അതേപോലെ തന്നെ അടുത്ത സൺഡേ തിരുവനന്തപുരത്ത് ഒരു പ്രോഗ്രാം ഉണ്ട്, ഒരു ഗ്രാൻഡ് പ്രോഗ്രാം. നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ആൾക്കാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി. അതിനൊക്കെ ഞാൻ നന്ദി പറയുന്നു. നിങ്ങളോട് എല്ലാവരും നന്ദി പറയുന്നു. അതിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നൽകുന്നു. ആ ആൾക്കാർക്കൊക്കെ മാറ്റം ഉണ്ടാവും. അതായത് ഇതിന്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത്. സോ മുഴുവൻ ആൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, Thank you, sir. Thank you. Thank you, sir. Thank you, sir. Thank you so much.